ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കത്തിരിക്ക കൊണ്ടിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ട് കൂട്ടി നോക്കിയപ്പോൾ തന്നെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്കും കൂടെ ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. പഴങ്കഞ്ഞിയൊക്കെ സ്ഥിരമായിട്ട് കുടിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഒന്നും നോക്കണ്ട, ഇതുപോലെ അങ്ങ് തയ്യാറാക്കി നോക്കിക്കോളൂ, അത്രയ്ക്ക് ടേസ്റ്റാണ്. അതുപോലെ തന്നെ കറിയൊന്നും ഇല്ലാത്ത സമയത്ത് ഇതുപോലൊന്ന് തയ്യാറാക്കി കഴിഞ്ഞാൽ ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട, ഇത് മാത്രം മതിയാകും നമുക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള ഒരു കത്തിരിക്കയാണ് എടുത്തിരിക്കുന്നത്. ഒരു സവാള, 3 വറ്റൽമുളക് എന്നിവയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ കത്തിരിക്കയൊക്കെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം കനം കുറച്ചിട്ട് ഇതുപോലൊന്ന് അരിഞ്ഞു കൊടുക്കാം. സവാളയും കൂടെ നീളത്തിനൊന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനായിട്ട് ഒരു അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് 2 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് എന്നിവയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മീനൊക്കെ വറക്കുമ്പോൾ മിക്സ് ചെയ്യത്തില്ലേ, അതുപോലെയാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഒരുപാട് ലൂസാകാനും പാടില്ല, അതുപോലെ തന്നെ ഒരുപാട് കട്ടിയായിട്ടിരിക്കാനും പാടില്ല. അപ്പോൾ കത്തിരിക്കയിൽ ഇങ്ങനെ അരപ്പ് നല്ലതുപോലെ പിടിക്കണം. അപ്പോൾ ഓരോ പീസായിട്ട് എടുത്ത് കൊടുത്തിട്ട് ഞാൻ അരപ്പെല്ലാം നല്ലതുപോലെ അതിനകത്ത് പറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് സമയത്തേക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ തവ ഞാൻ സ്റ്റൗവിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. 3 വറ്റൽമുളക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കാം. സ്റ്റൗ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണേൽ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി അരപ്പ് പുരട്ടി വെച്ചിരുന്ന കത്തിരിക്ക ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റൗ ഒന്ന് കുറച്ച് വെച്ചിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഇതുപോലെ ഞാൻ 2 തവണയായിട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്ത് അങ്ങോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു പാത്രത്തിൽ തന്നെ അരിഞ്ഞു വെച്ചിരുന്ന സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു നേരത്ത് ഇതിനകത്ത് ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുന്നുണ്ട്. സവാളയൊക്കെ നല്ലതുപോലെ മൂത്ത് നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടണം. അപ്പോൾ ഇതിനകത്തോട്ട് ഒരു ചെറിയ തുണ്ട് പുളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പുളിയും കൂടെ നന്നായിട്ട് ഇട്ടിട്ട് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളയൊക്കെ നല്ലതുപോലെ വഴറ്റി ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേനും സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ചൂടാറുന്നതിനായിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി മറ്റൊരു പാത്രത്തിനകത്തോട്ട് ആ സവാളയും പുളിയും വഴറ്റി വെച്ചിരുന്നതും കൂടെ ഇട്ട് കൊടുത്ത് വറ്റൽമുളക് ഫ്രൈ ചെയ്ത് വെച്ചിരുന്നതും കൂടെ ചതച്ചിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ആ കത്തിരിക്ക ഫ്രൈ ചെയ്ത് വെച്ചിരുന്നതും കൂടെ എല്ലാം കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഈ കൈ കൊണ്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കാം. പുളിയും അരപ്പും എല്ലാം കൂടെ സവാളയും എല്ലാം കൂടെ നല്ലതുപോലെ കത്തിരിക്കയിൽ പിടിച്ച് വരുന്നതിനായിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.